to semester 3 complementary electronics for a BSc main physics students. And today we see class number E44 multi-stage amplifiers. We begin a new chapter today, multi-stage amplifier. That is unit 2 and chapter 23 of your syllabus, multi-stage amplifiers. Semester 3 complementary electrons. അപ്പോൾ ഇന്ന് നമ്മൾ ഈ BSc ഫിസിക്സ് മെയിൻകാരുടെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോൺസിൻ്റെ സെമിസ്റ്റർ 3യുടെ ഒരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചാപ്റ്റർ നമ്പർ 23 ആണ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. സോ വാട്ട് ഇസ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ? യു സി, എന്താണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. നീഡ് ഫോർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. നമുക്ക് എന്തുകൊണ്ടാണ് സാധാരണ ഒരു സിംഗിൾ സ്റ്റേജാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ഉപയോഗം എന്താണ്? നീഡ് ഫോർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. എ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ കനോട്ട് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ആംപ്ലിഫിക്കേഷൻ ടു മീറ്റ് അവർ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ ആവശ്യം മീറ്റ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന് എപ്പോഴും സാധിക്കാറില്ല. അത്തരം കേസിലാണ് മൾട്ടി സ്റ്റേജ് ഉപയോഗിക്കുന്നത്. A single stage amplifier cannot provide sufficient amplification to meet our requirement. Hence, two or more single stage amplifiers are combined to achieve greater amplification. അപ്പോൾ മതിയായ ആംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ രണ്ടോ കൂടുതലോ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ നമ്മൾ കമ്പൈൻ ചെയ്യണം. സച്ച് ആംപ്ലിഫയേഴ്സ് ആർ കോൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സ്റ്റേജുകൾ കമ്പൈൻ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ്. ഒന്നിൽ കൂടുതൽ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറുകൾ കമ്പൈൻ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉപയോഗിച്ചാൽ സഫിഷ്യൻറ്റ് ആംപ്ലിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ദർ ആർ ടു കാറ്റഗറീസ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. രണ്ട് തരം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. നമ്പർ 1, കാസ്കേഡ് ആംപ്ലിഫയേഴ്സ്. കാസ്കേഡ് ആംപ്ലിഫയേഴ്സ് ഒന്നിന് പുറകെ മറ്റൊന്ന് പിടിപ്പിക്കുന്ന രീതിയാണ്. Cascade amplifiers. In these amplifiers, each stage as well as the type of interstage coupling used are identical. അപ്പോൾ ഇത്തരം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ ഓരോ സ്റ്റേജും സിമിലർ ആയിരിക്കും. 2 സിംഗിൾ സ്റ്റേജ് ഉണ്ടെങ്കിൽ 2 സിംഗിൾ സ്റ്റേജ് സിമിലർ ആയിരിക്കും. 3 ഉണ്ടെങ്കിൽ 3 സിമിലർ ആയിരിക്കും. ഇടയ്ക്കുള്ള ഇൻ്റർ കണക്ഷൻ, ആ കപ്പിളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ട് എലമെൻറ്റുകൾ സെയിം ആയിരിക്കും. Number 2, compound amplifiers. In this, each stage may be different from the other. ഇത്തരം കേസിൽ ഒരു സ്റ്റേജ് മറ്റൊന്നുമായി ഡിഫറൻ്റ് ആയിരിക്കാം. In this, each stage may be different from the other, and that is, one may be CB amplifier and other may be CC amplifier. Also, different types of interstage coupling may be used. അതായത് ഇവിടെ ഓരോ സ്റ്റേജ് സെയിം ആണോന്നില്ല. ഒന്നാമത്തെ സ്റ്റേജ് സി ആംപ്ലിഫയർ ആണെങ്കിൽ രണ്ടാമത്തെ CC ആകാം. അതുപോലെ കപ്ലിംഗ് മാറാം. കപ്ലിംഗ് RC കപ്ലിംഗ് ആകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കപ്ലിംഗ് ഒക്കെ ആകാം. പലതരം കപ്ലിംഗ് ഉണ്ട്, നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒരു സ്റ്റേജും മറ്റൊരു സ്റ്റേജും കൂടി ബന്ധിപ്പിക്കുന്ന ആ കണക്ഷനെ വിളിക്കുന്ന പേരെ കപ്ലിംഗ്. വ്യത്യസ്തമായ കപ്ലിങ്ങുകൾ ഉണ്ട്. The overall voltage gain of a multi-stage amplifier is given by overall voltage gain of a multi-stage amplifier is given by AV is equal to AV1 into AV2 into AV3 or A1 into A2 into A3 etc. Overall current gain is given by AI is equal to AI1 into AI2 into AI3 into etc. Overall power gain is AP is equal to AB into AI. ഇവിടെ ഗെയിൻ ഇപ്പോൾ കൂടുതൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ കൂടുതൽ ഗെയിൻ കിട്ടും. ആ ഗെയിൻ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് കാണുന്നത്. ഓരോന്നിൻ്റെയും ആ സ്റ്റേജ് ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലാതെ കൂട്ടുകയില്ല. ഇപ്പോൾ 3 സ്റ്റേജുള്ള ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഓരോന്നിൻ്റെയും വോൾട്ടേജ് ഗെയിൻ 20 ആണെങ്കിൽ നമ്മൾ ഓവറാൾ ഗെയിൻ, മൊത്തം ഗെയിൻ കണക്ക് കൂട്ടുന്നത് 20 + 20 + 20 എന്നല്ല, മറിച്ച് 20 × 20 × 20 മൾട്ടിപ്ലിക്കേഷനാണ് ഈ ടോട്ടൽ വോൾട്ടേജ് ഗെയിൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓവറാൾ വോൾട്ടേജ് ഗെയിൻ AV is equal to AV1 into പ്രത്യേകം കൊടുക്കുക, AV1 into AV2 into AV3 etc. Overall current gain AI is equal to AI1 into AI2 into AI3 etc. And current into voltage is power. Therefore,
overall power gain AP is equal to AV into AI. Then there is another term which is called decibel power gain. നമ്മൾ പഠിച്ചിട്ടുള്ള decibel power gain. Decibel power gain നമ്മൾ GP എന്നാണ് പറയുന്നത്. അത് 10 log AP ആണ്. The overall power gain in decibel is given by decibel power gain. It is given by GP is 10 log AP. 10 log AP in decibel dBയിലാണ് എക്സ്പ്രസ് ചെയ്യുക. Again, GP is equal to G1 plus G2 plus G3 plus etc. ഈ ഡെസിബൽ പവർ ഗെയിൻ കണ്ടാൽ ഓവറോൾ ഗെയിൻ കാണാൻ കൂട്ടിയെടുത്താൽ മതി. നേരെ മറിച്ച് അബ്സൊല്യൂട്ട് വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ AV1 AV2 ആണെങ്കിൽ ഗുണിക്കണം. ഡെസിബലായിട്ട് നമ്മൾ പവർ ഗെയിൻ കണ്ടാൽ ഡെസിബൽ ഗെയിൻ കണ്ടാൽ അത് കൂട്ടിയെടുത്താൽ മതി. കാരണം ഇത് ലോഗരിതമിക് സ്കെയിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതും. ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സ്പ്ലെയിൻ the need for multi-stage amplifiers, give an expression for overall gain. അപ്പോൾ എന്താണ് നീഡ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ഗെയിൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ മൾട്ടി സ്റ്റേജ് ഉപയോഗിക്കണം. മൾട്ടി സ്റ്റേജിൻ്റെ ഓവറോൾ ഗെയിൻ കാണുന്ന ഇക്വേഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആംപ്ലിഫയർ കപ്ലിംഗ്. അപ്പോൾ മൾട്ടി സ്റ്റേജിൽ ഡിഫറെൻറ്റ് സ്റ്റേജ് കാണും. ഒരു സ്റ്റേജിന് അടുത്ത സ്റ്റേജോട് കപ്പിൾ ചെയ്യണം. ഇനി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ദർ ആർ നമ്പർ ഓഫ് സ്റ്റേജസ് and we have to combine, we have to couple one stage to the other, and that is called coupling schemes. Amplifier coupling, different types of coupling, വ്യത്യസ്തമായ തരത്തിലുള്ള കപ്ലിംഗ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. In the case of multi-stage systems, there is interstage coupling. ഓരോ സ്റ്റേജ് നമ്മൾ കപ്ലിംഗ് ഉണ്ട്. Coupling means combining. The type of coupling determine the characteristics of cascade amplifier. The four basic methods of coupling are. അപ്പോൾ കാസ്കേഡ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ തീരുമാനിക്കുന്നത് നമ്മൾ ഏത് തരം കപ്ലിംഗ് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചാണ്. The different couplings are: number 1 RC coupling, number 2 inductive coupling, or it is called LR coupling, and next is transformer coupling, and the fourth one is direct coupling. അങ്ങനെ 4 ടൈപ്പ് കപ്ലിംഗ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് കപ്ലിംഗ്? RC കപ്ലിംഗ്, ഇൻഡക്റ്റീവ് കപ്ലിംഗ്, ട്രാൻസ്ഫോർമർ കപ്ലിംഗ് ആൻഡ് ഡയറക്റ്റ് കപ്ലിംഗ്. അപ്പോൾ ഓരോ കപ്ലിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒന്നാമത്തത് RC കപ്ലിംഗ്. RC കപ്ലിംഗ് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്ലിംഗ് എന്ന് പറയും. അത് നമ്മൾ 2 ആംപ്ലിഫയർ വളരെ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിൽ മുകളിൽ RC1 RC2, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ലോഡും രണ്ടാമത്തതിൻ്റെ ബേസിലേക്ക് വരുന്ന ലോഡുമുണ്ട് RC2. RB ആണ്, RB. അപ്പോൾ RB RC ഇടയ്ക്കൊരു കപ്പാസിറ്റി അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കപ്ലിംഗ് എലമെൻറ്റുകൾ. അതുപോലെ പറയുന്നുണ്ട് നമ്മൾ. RC coupling is shown in the figure. RC coupling is shown in the figure above. ഈ കാണുന്ന പടം. Here RC coupling network consists of 2 റെസിസ്റ്റേഴ്സ് RC1 ആൻഡ് RC2. രണ്ടിൻ്റെയും കളക്ടർ ലോഡാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 1 കപ്പാസിറ്റർ C, ഒരു കപ്പാസിറ്റർ ഇടയ്ക്ക്. ഇത് കണക്റ്റിംഗ് ലിങ്ക് between the 2 stages is capacitor C. The connecting link is capacitor C. The function of the RC coupling network is twofold. 2 തരത്തിലാണ് ഇതിൻ്റെ RC കപ്ലിങ്ങിൻ്റെ ഫങ്ഷൻ. നമ്പർ A, to pass AC signal from one stage to the other. AC സിഗ്നൽ കടത്തി വിടണം. നമ്പർ 2, to block the passage of DC voltages from one stage to the other. അപ്പോൾ RC കപ്ലിങ്ങിൻ്റെ പർപ്പസ് AC സിഗ്നൽ കടത്തി വിടണം, DC ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യണം, DC വരുമ്പോൾ ബ്ലോക്ക് ചെയ്യണം. നമ്പർ 2, ഇൻഡക്റ്റീവ് കപ്ലിംഗ്. ഇൻഡക്റ്റീവ് കപ്ലിംഗ് നോക്കി, ഇവിടെ RC1 RC2ൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 ഇൻഡക്റ്റൻസാണ് കൊടുക്കുന്നത്. L1 L2 ഇൻഡക്റ്റേഴ്സാണ്. നേരത്തെയുള്ള ചിത്രത്തിൽ RC1 RC2ൻ്റെ സ്ഥാനത്ത് 2 ഇൻഡക്റ്റേഴ്സ് L1 ആൻഡ് L2 കൊടുക്കണം. ബാക്കിയെല്ലാം സെയിമാണ്. അതിന് ഇൻഡക്റ്റീവ് കപ്ലിംഗ് എന്ന് പറയും. It is also, this inductive coupling, it is also known as choke capacitance coupling, and it is shown in the figure. Amplification using this coupling are known as impedance coupled amplifiers. Amplifiers using this coupling are known as impedance coupled amplifiers.
Here the coupling network consists of L1, C and RB. L1, C and RB ഉണ്ട് ഇവിടെ. ഇനി അടുത്ത ട്രാൻസ്ഫോർമർ കപ്ലിംഗ് ആണ്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യാൻ ഇടയ്ക്ക് നമ്മളൊരു ട്രാൻസ്ഫോർമർ T ഉപയോഗിക്കും. അപ്പോൾ ചിത്രം നോക്കൂ. ട്രാൻസിസ്റ്റർ 1 and 2, RB is the base resistor, first transistor, and there is a transformer in between. Transformer primary is the collector load of first transistor, and the secondary of the transformer is connected to the base of second transistor. Transformer coupling, this has more importance. Figure represents transformer coupling. Since the secondary of the coupling transformer conveys the AC component of the signal directly to the base of the second stage. Here is no need for coupling capacitor. ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. Moreover, the secondary windings also provide a base return path. Hence, there is no need for a base resistance. ഒരു ബേസ് റെസിസ്റ്റൻസിൻ്റെ ആവശ്യവും ഇവിടെ ഇല്ല. ട്രാൻസ്ഫോർമർ മാത്രം മതിയാകും. ഇതിനകത്ത് ഡയറക്റ്റ് കപ്ലിംഗ്, ആ ചിത്രം നമുക്ക് ഡയറക്റ്റ് കപ്ലിംഗ്, ആ ഇടയ്ക്ക് നമ്മൾ ഇൻഡക്റ്റൻസോ റെസിസ്റ്റൻസോ കപ്പാസിറ്റി ഒന്നും ഉപയോഗിക്കത്തില്ല. ട്രാൻസ്ഫോർമർ നേരിട്ട് കൊടുക്കുന്നതിനാണ് ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. This coupling is used when it is desirable to connect the load directly in series with the output terminals. നേരിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് കപ്ലിംഗ് ഈസ് പെർമിസിബിൾ ഓൺലി വെൻ. അപ്പോൾ ഡയറക്റ്റ് കപ്ലിംഗ് എപ്പോഴാണ് ആവശ്യം വേണ്ടി വരുന്നത്? ഡയറക്റ്റ് കപ്ലിംഗ് ഈസ് പെർമിസിബിൾ ഓൺലി വെൻ 1. DC component of the output does not disturb the normal operation of the load device. Number 2, device resistance is so low that it does not appreciably reduce the voltage at the electrodes. Device resistance is so low. Device resistance വളരെ കുറവാകും നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. So low that it does not appreciably reduce the voltage at the electrodes. ഇലക്ട്രോഡ്സിലെ വോൾട്ടേജ് കുറയ്ക്കില്ല ഡിവൈസ് റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് എംപ്ലോയിഡ് ഇൻ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ 4 തരം കപ്ലിംഗ് ആണ്. അതിൻ്റെ പേര് പറയണം, മാർക്ക് നോക്കി എഴുതണം. വാട്ട് ഇസ് മീൻ ബൈ ഡയറക്റ്റ് കപ്ലിംഗ്? ഇതാ ഡയറക്റ്റ് കപ്ലിംഗ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക വാട്ട് ഇസ് മീൻ ബൈ ട്രാൻസ്ഫോർമർ കപ്ലിംഗ്, വാട്ട് ഇസ് മീൻ ബൈ RC കപ്ലിംഗ്. അതിൻ്റെ റെലവൻറ്റ് പാരഗ്രാഫ് എഴുതിയാൽ മതി. That is all with your 44th class. We continue. Thank you very much.